നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കീമിനും നീറ്റിനും പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോയിൽ മാറും. വളരെ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞുതരാം, പക്ഷെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. കുറച്ച് സമയം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളറിയാം, ഓരോ സ്ഥാപനങ്ങളിലും 10,000 20,000 പിള്ളേർ, 30,000 കുട്ടികൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിക്കുന്നു. നമ്മൾ റാങ്ക് വരുന്ന വളരെ 5%, 3% കുട്ടികളെയൊക്കെ അറിയുന്നുള്ളൂ. നമ്മൾ 90% റാങ്ക് ഒന്നും ഇല്ലാതെ നെഗറ്റീവ് മാർക്ക് കിട്ടിപ്പോകുന്ന കുട്ടികളെക്കുറിച്ച് നമ്മൾ അറിയുന്നേ ഇല്ല. സത്യമല്ലേ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് അനലൈസ് ചെയ്താൽ ഇത് കൃത്യമായി ഇത് ഒരിക്കലും ഒരു സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ച് പറയത്തില്ല. കാരണം സക്സസ് ആണല്ലോ എപ്പോഴും മുന്നിരിക്കുന്നത്. ഫെയിലുവറിന് എപ്പോഴും, അല്ലെങ്കിൽ ഫെയിലുവർ ആയവരുടെ പുറകിൽ ആരും പോവില്ല. അതാണ് ചരിത്രം. അങ്ങനെയാണ് ചരിത്രം പോകുന്നത്. പക്ഷെ ഞാൻ ആ ഫെയിലുവറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 5%, 3% കുട്ടികളിൽ മാത്രം റിസൾട്ട് കിട്ടുകയും ബാക്കി 95% കുട്ടികളുടെ റിസൾട്ട് പരാജയപ്പെടുകയും നെഗറ്റീവ് മാർക്ക് കൊണ്ട് ഘോഷയാത്ര അടിച്ചു പോവുകയും, നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പം ഒരുപാട് നെഗറ്റീവ് മാർക്ക് കിട്ടുമ്പോഴത്തേനും നമുക്ക് റാങ്ക് എന്ന് പറയുന്നത് ഇല്ലാതെ ആകുന്നൊരു പ്രവണതയിലേക്ക് മാറുകയൊക്കെ ചെയ്യുമ്പം അതൊന്നും സത്യം പറഞ്ഞാൽ പുറത്തു പോകുന്നില്ല. അതിനാൽ അത് എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് മാർക്ക് പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? നമുക്ക് അത്യാവശ്യം റാങ്കിൽ, നമുക്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു കോളേജിൽ പഠിക്കാൻ പോകുമ്പം അതിന് നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും, ഇപ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ്, ഓൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉള്ള വ്യത്യാസമല്ലാതെ നമുക്കൊരു കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ സാമ്പത്തികമായിട്ട് അധികം ചിലവാക്കാതെ മെറിറ്റിൽ തന്നെ കിട്ടാനുള്ള റാങ്കെങ്കിലും കിട്ടിയാൽ മതി, അല്ലേ? ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കിട്ടിയാൽ നല്ല എന്നുള്ളതല്ലാതെ ഈ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ നോക്കുക. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഇപ്പം നമ്മൾ +1 +2 ഒക്കെ എന്തും വേണ്ടി ഇക്വേഷൻസ് പഠിക്കുന്നു. ഫിസിക്സിന് എന്തും വേണ്ടി ഇക്വേഷൻസ് പഠിക്കുന്നു. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാൻ പറയാം. ഇക്വേഷൻസ് അല്ലാതെ തന്നെ ഇപ്പം ഒരു തിയറം, ഗോസസ് തിയറം, അല്ലെങ്കിൽ ഒരു വീൻസ്റ്റൺ ബ്രിഡ്ജ്, നമ്മളിരുന്ന് ഒരു 99% പേരിരുന്ന് പഠിക്കും. നല്ല വൃത്തിയായിട്ട് +2 പഠിക്കും. കാരണം കാണാപ്പാടം പഠിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ സത്ത്, കണ്ടന്റ് എന്താണ്, എവിടെ നിന്നാണ് ഇത് കയറി വരുന്നത്, ഇതിൻ്റെ ബേസ് എവിടാണ്, ഒന്നും അറിയില്ല. ഈ എൻട്രൻസും +2 ആയിട്ട് 100% എൻ്റർലി ഡിഫറൻ്റ്. +2 അല്ലെന്ന് നമുക്ക് പറയാം എൻട്രൻസ് എന്ന് പറയുന്നത്. കാരണം ബേസ് നല്ല പക്ക അറിഞ്ഞിരുന്നിട്ട് കണ്ടന്റ് മനസ്സിലാക്കി പോകുന്നൊരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ 100% പറ്റും. ഇപ്പം ഞാൻ നമ്മൾ എന്ന് എൻട്രൻസ് തുടങ്ങിയാൽ ഞാനൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം ബേസും കൺസെപ്റ്റും കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മാത്സിലായാലും ഫിസിക്സിലായാലും കെമിസ്ട്രിക്കായാലും ബോട്ടണി സുവോളജി ആയാൽ പോലും ഈ പറഞ്ഞ പോലെ ബേസ്, ആ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് രൂപരേഖ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ബേസും കൺസെപ്റ്റും. അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് NCERT ബേസ്ഡ് ആയിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാർക്ക് സ്കോറിങ് തലം വളരെ കൂടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് മാർക്കിലേക്ക് നമ്മൾ വരും. പക്ഷേ പലർക്കും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനല്ല, അങ്ങനെ പഠിച്ച ഒരു കാര്യമില്ല. നമ്മൾ ഏത് സ്ഥാപനത്തിൽ പഠിച്ചെന്നല്ല, ഏത് രീതിയിൽ പഠിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടോപ്പിക് എടുത്താൽ ആ ടോപ്പിക്കിൻ്റെ ബേസും കൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഞാൻ പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഫിസിക്സിൻ്റെ ഇപ്പം ന്യൂമറിക്കൽസ് വളരെ ടഫാണ്. എന്നാൽ ഈ ടഫായിട്ടുള്ളത് എങ്ങനെയാണ് അത് ഈസി ആക്കുന്നത്? അതിനകത്ത് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഇക്വേഷൻസ് ചൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. അതിനകത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കിട്ടണം. നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യാനുള്ള ആൻസറിങ്ങൊക്കെ ആയിരിക്കും ഫിസിക്സിൻ്റെ. നീറ്റിനൊക്കെ വരുന്ന അടിപൊളി, കീമിനാണെങ്കിലും കഴിഞ്ഞ വട്ടം ജെഇ മോഡൽ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചത്. അന്നേരം നല്ല ഗംഭീരമായിട്ട് ഫിസിക്സിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യുന്നതിലാണെങ്കിലും കൺസെപ്റ്റും ബേസും എല്ലാം അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണെങ്കിലും ഓക്കെയാണ്. കെമിസ്ട്രി നമ്മളെ വലിയ പ്രശ്നകാരികല്ല. അത്യാവശ്യം നമുക്ക് ഒരു ആവറേജ് രീതിയിൽ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ബേസും കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് എന്ന പോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് NCERT ബേസ് ചെയ്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഗംഭീരമായിട്ട് ചെയ്താൽ, ഇപ്പം 1000 ക്വസ്റ്റ്യൻസ് ചെയ്താൽ, 2000 ക്വസ്റ്റ്യൻ ചെയ്താൽ, 3000 ക്വസ്റ്റ്യൻ ചെയ്താൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറയുന്ന പോലെ, ഫിസിക്സിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന പോലെ മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി നമുക്ക് പലപ്പോഴും കിട്ടും.
എന്നിട്ട് നമുക്ക് ഇരിക്കും നമ്മൾ 50,000 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ പോലെ തറ ഇല്ല. മിനിമം ഒരു 10,000 മുതൽ 5,000 വരെ എല്ലാ സബ്ജക്റ്റിലൂടെ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് നല്ല വൃത്തിയായിട്ട് പഠിക്കാനുള്ളൊരു സ്പേസ്. പിന്നെ എത്ര മണിക്കൂറുകൾ പഠിക്കണം? വളരെ ചോദ്യമാണ്. എത്ര മണിക്കൂർ സാറേ? 5 മണിക്കൂർ പഠിച്ചാൽ 5 മണിക്കൂറൊന്നും പഠിച്ചാൽ ഇപ്പോൾ ക്രാഷ് കോഴ്സിൽ നിന്ന് 5 മണിക്കൂറൊന്നും പഠിച്ചാൽ നീറ്റിനും ഗിവിനൊന്നും ഒരിക്കലും എങ്ങും നിങ്ങളെത്തത്തില്ല. അത് സംശയമില്ല പറയാം. അത് ചിലർ പറയുമോ വളരെ ഈസിയാണ്. ഒന്നുമല്ല. മിനിമം 12 മണിക്കൂർ പോലെ ഞാൻ ടൈം ടേബിൾ പോലെ ഇട്ടിട്ടുണ്ട്. 12 മണിക്കൂർ പോലെ 14 മണിക്കൂറൊക്കെ പഠിച്ചാൽ 12 മണിക്കൂറെങ്കിലും മിനിമം പഠിച്ചാലേ നമുക്ക് നീറ്റും ഗീവും ക്രാഷ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചാൽ നെഗറ്റീവ് മാർക്ക്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുമ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആണല്ലോ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാതാക്കണമെങ്കിൽ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ, അതായത് 100% നമുക്ക് ഒരു ഇത് വേണം. ഇത് നെഗറ്റീവ് മാർക്ക് വരാത്ത രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ എബിലിറ്റിയാണ്. അത് ഈ കണ്ടിന്യൂസ്ലി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റി വരുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം ഏത് സാധാരണപ്പെട്ട ഒരു കുട്ടിക്കും +2 വലിയ ഫുൾ A+ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ 90% മാർക്ക്, 50% മാർക്കുള്ളൊരു കുട്ടിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നീറ്റും ഗീവും. ആൾക്കാർ പറഞ്ഞ് പേടിപ്പെടുത്തുന്നതേ ഉള്ളൂ. ഒരിക്കലുമില്ല. ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നീറ്റും ഗെയിമും ക്രാക്ക് ചെയ്യാം. അന്നേരം ടെൻഷനില്ല പഠിക്കുക. കുറച്ച് ദിവസങ്ങളുണ്ടെങ്കിൽ ആ കുറച്ച് ദിവസം നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടാൽ ജീവിതകാലം മൊത്തം നമ്മൾ അടിച്ചു പൊളിക്കാം. അങ്ങനെ കൂടുതൽ വീഡിയോസായിട്ട് ഉറപ്പായിട്ടും വരും. നിങ്ങളുടെ ഓൺലൈൻ ബാച്ചിൽ ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്ട്സ് നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ക്ലാസ്സെല്ലാം പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഞാൻ കൂടുതൽ ഇന്നത് തരും എന്നല്ല, എല്ലാ അത്യാവശ്യം ഫെസിലിറ്റീസും ഉണ്ട്. ടോപ്പായിട്ടുള്ള PDF മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് പേരും ഡിസ്ട്രിക്റ്റും വാട്ട്സ് നമ്പറും നീറ്റ് പ്ലസ് സ്കീമാണെങ്കിൽ പോലും നമ്മൾ തുച്ഛമായ ഫീസേ ഉണ്ട്. 3,000 രൂപയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അത് ആ ക്വാളിറ്റി. ഇപ്പോൾ ഫിസിക്സ് ഞാൻ തന്നെ പഠിപ്പിക്കുന്നതാണ്. കെമിസ്ട്രി രാഹുൽ സാർ തന്നെ പഠിപ്പിക്കുന്നതാണ്. ഒരു ഡോക്ടർ വിജയകുമാർ സാർ എന്ന് പറഞ്ഞ സാറാണ് ബോട്ടണി സുവോളജി പഠിപ്പിക്കുന്നത്. ശരത് സാറാണ് മാത്സ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചേരാം. നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് ഞാൻ തന്നെ ആയിരിക്കും. സ്റ്റാഫുകളെ കൊണ്ട് ഒരിക്കലും ഞാൻ ചെയ്യിക്കത്തില്ല. അന്നേരം നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.